38 രൂപ ചോദിക്കണുള്ളൂ. 38 രൂപ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ഫുൾ ഓൺ തന്നെ വാങ്ങി കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക് അത് നമുക്ക് ഫുൾ ഓൺ കൊണ്ടുപോകാൻ പറ്റുന്ന ഫോക്സ് വാഗൺ വെന്റോ അല്ല, ഫുൾ ഓൺ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഓണില് ഡീസൽ ബലേന സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാല. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ലീവ് അല്ലെ. 58,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ഓണർ സ്റ്റെറൊക്കെ അവൈലബിൾ അല്ല. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിതാ അലിഫിലാണ് വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓൾട്ടോ, നാനോ, 800 ഇനി ചെറിയ പൈസക്ക് SUV നോക്കുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. സെന്നുകൾ, ബീറ്റ്, അങ്ങനെ സാധാരണക്കാരന് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല വാഹനങ്ങൾ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല അടിപൊളി ഷോറൂമാണ് അലിഫ്. നമുക്ക് കുറച്ച് നാളായി ഇവിടെ എത്തിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം ബഡ്ജറ്റ് കാറുകളാണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള റിഫ്ദാസ് ആണ്. റിഫ്ദാസ്, നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അലിഫിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ലൊക്കേഷന് തൃശ്ശൂര് കാലിക്കറ്റ് ഹൈവേയിലെ കൊളപ്പുറം ഇരുമ്പുചോല എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് നമ്മൾ ഈ ഒരു പുതിയ വർക്ക് നടക്കുന്ന ഏരിയയിലാണ്. അതായത് നമുക്ക് പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ തിരിഞ്ഞു പോകുന്ന ജംഗ്ഷനാണ് നമുക്ക് കൊളപ്പുറം. ആ കൊളപ്പുറത്ത് നമ്മൾ കുറച്ചുകൂടി നമുക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് ഒരു 500 മീറ്റർ അല്ല, ഒരു 500 മീറ്ററിന്റെ താഴെയുള്ളൂ നമ്മൾ അലിഫിക്ക് വരുന്നത്. അപ്പൊ നല്ല അത്യാവശ്യം നമുക്ക് ടോട്ടൽ എത്ര കാറുകളുണ്ട് ഇപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ? ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് 24ഓളം വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെറിയ സമയം കൊണ്ട് മാക്സിമം വണ്ടികളാണ് കാണിക്കാം. നമുക്ക് ലോൺ സൗകര്യങ്ങൾ എല്ലാം അഡ്ജസ്റ്റബിൾ പ്രൈസ് ആണല്ലോ അല്ലെ? അഡ്ജസ്റ്റബിൾ പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പൊ ആദ്യം നമുക്കൊരു SUV എന്നാണ് തുടങ്ങാം അല്ലെ. അപ്പൊ കൂടുതൽ ആളുകൾ SUV ആണ് അന്വേഷിക്കുന്നത് അല്ലേ. ഇത് റെനോ ഡസ്റ്റർ KL 65 നമുക്ക് തിരൂരങ്ങാടി രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇത് ഡീസൽ തന്നെയല്ലേ വരുന്നത്? ഡീസലാണ്. ഏതായിരുന്നു എഞ്ചിൻ ഓപ്ഷൻ? 85 ആണോ അതോ 1 ടൺ ആണോ വരുന്നത്? 85 ആണ്. 85 അത്യാവശ്യം നല്ല ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു പിന്നെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 മോഡല് 15 രജിസ്ട്രേഷനിൽ വരുന്ന സെക്കൻഡ് RC ഓണർ വണ്ടി. ഓക്കെ. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? 172 ഓടിയിട്ടുണ്ട്. നമുക്ക് ലോണൊക്കെ മാക്സിമം തന്നെ വാങ്ങി കൊടുക്കാം. ഓൾമോസ്റ്റ് 3.5 മേൽ തന്നെ ലോൺ കിട്ടും. ബാക്കി സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് നമുക്ക് മാക്സിമം വാങ്ങി കൊടുക്കാം. ഫുള്ള് സർവീസ് ഒക്കെ പക്കല്ലേ വണ്ടി? ആണ്. അപ്പോൾ നമുക്ക് 4 സംതിങ് ചോദ്യം, ഒരു 3.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അലോയ്സ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ? അതെ. നമ്മള് പിന്നെ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലെ? ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു ഏകദേശം ഒരു 1 ലക്ഷത്തിന് താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു റയർ വണ്ടിയാണ്. പൂണ്ടയുടെ എന്താണ് വെഞ്ചുറ അല്ലെ? അവഞ്ചുറ അല്ലെ. ഒരു നല്ല ഒരു അടിപൊളി വണ്ടി അല്ലെ. നല്ല ഒരു സ്പോർട്ടി ലുക്കിലൊക്കെ വരുന്ന ഒരു കിള്ള വണ്ടിയാണ്. ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി വരുന്നത്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? നമ്മള് 18-20 ഓൾമോസ്റ്റ് ഉണ്ടാവും. 18-20 മൾട്ടി ജെറ്റ് എഞ്ചിന് വരുന്നുണ്ട്. സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിന് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല മൈലേജും ഒരു ക്രോസ് മോഡലാണ് വണ്ടി വരുന്നത് അല്ലേ? അതെ. നമുക്ക് പിന്നെ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 97,000 ഓടിയിട്ടുണ്ട്. 2016 മോഡല് സിംഗിൾ RC ഓണർ വണ്ടി. 16 സിംഗിൾ ഓണർ, അതും ഫുള്ള് സർവീസ് സർവീസ് ഉള്ള കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി. എത്ര ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ഇവിടെ 3.25 ചോദിക്കുന്നുള്ളൂ. നമുക്ക് മാക്സിമം ലോണും വാങ്ങി കൊടുക്കാം. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അഡ്ജസ്റ്റ് ചെയ്യാം. ഡീസൽ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി ഉണ്ടാവും. അടുത്ത ഞാൻ ഒരു ചെറുവാഹനത്തിലേക്കാണ് പോകുന്നത്. ടാറ്റ നാനോ KL 39 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2010 ലാസ്റ്റ് വണ്ടി. 2010 ലാസ്റ്റ് അല്ലേ? അതെ. ഇത് പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണോ? അല്ല, പവർ സ്റ്റിയറിംഗ് 14 വന്നിട്ടുള്ളത്. 14 ശേഷമാണ് വന്നിട്ടുള്ളത്. ബേസ് മോഡൽ വണ്ടി. ബേസ് മോഡലാണ്. എങ്ങനെയായിരുന്നു ചോദ്യം ഇതിന്? ഇത് നമ്മൾ 38 രൂപ ചോദിക്കണുള്ളൂ. 38 രൂപ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ 2025 ലാസ്റ്റിക്കാണ്. 25 ലാസ്റ്റിക്കാണ് പേപ്പർ വരുന്നത്. അതെ. നമുക്ക് ഒരു ബേസിക് ആയിട്ട് ചെറിയൊരു ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പഠിക്കാനൊക്കെ ഉള്ളവർക്ക് നല്ലൊരു വണ്ടിയാണ് അല്ലെ. അടുത്ത നമുക്ക് ഒരു വെൻഡോ, ഫോക്സ് വാഗന്റെ വെൻഡോ, നല്ല അടിപൊളി കളറ്. KL 80 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016-17 രജിസ്ട്രേഷൻ സെക്കൻഡ് RC ഓണർ വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 88,000 സർവീസുള്ള വണ്ടിയാണ്. എസ്റ്ററുള്ള വണ്ടിയാണ്. അതിന് ടച്ച് സ്ക്രീന് കാര്യങ്ങള്, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങള്. ഇത് എങ്ങനെയായിരുന്നു? ഓട്ടോമാറ്റിക് ആണോ വണ്ടി? ഓട്ടോമാറ്റിക് ആണ്.
ഡീസലാ അതോ പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക്. DSG ഗിയർ ബോക്സ്, നല്ല പെർഫോമൻസ്, നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? ഒക്കെ ഉണ്ടാവും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 6 രൂപ ചോദിക്കുന്നുള്ളൂ. 6 രൂപ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത്? നമുക്കിത് ഓൾമോസ്റ്റ് ഫുൾ ഓൺ തന്നെ വാങ്ങിക്കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക്, അത് നമുക്ക് ഫുൾ ഓൺ കൊണ്ടുപോകാൻ പറ്റുന്ന Volkswagen Vento അല്ലേ? ഇനി അടുത്ത് മാരുതി സുസുക്കി വാഗ്നർ സ്റ്റിംഗ്റേ. നമുക്ക് റോഡ് സൈഡ് വർക്കൊക്കെ നടക്കുന്ന തന്നെ വാഷ് ചെയ്തിട്ടില്ല, അതിന്റെ ഒരു പൊടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ വണ്ടിക്ക് നല്ല നീറ്റ് തന്നെയാണ്. വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഇത് 2013 മോഡല്. 13 മോഡല് സിംഗിൾ RC ഓണർ വണ്ടി. 2013 സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 130 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഒക്കെ ഉള്ള വണ്ടി എല്ലാം ഉണ്ട്. ഒക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാലോ? അതെ. എത്ര ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 2.25 ചോദിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് 2.5 ലോണും വാങ്ങിച്ചു കൊടുക്കാം. ഒരു 25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇല്ല. അടുത്ത നമ്മൾ വീണ്ടും ഒരു ഡസ്റ്റർ ആണ്, വൈറ്റ് KL5. നമുക്ക് കോട്ടയം രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഇതെന്തോ ഡീറ്റെയിൽസ്? ഇത് 2012-13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 130 ഓടിയിട്ടുണ്ട്, 135 ഓടിയിട്ടുണ്ട്. ഇത് ഫോർത്ത് RC ഓണർ വണ്ടിയാണ്. 4 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 85. എത്ര ചോദിക്കുന്നത്? ഇത് 330 ചോദിക്കുന്നുണ്ട്. നമുക്ക് നെഗോഷ്യബിൾ ആണ്, മാക്സിമം ചെയ്ത് കൊടുക്കാം. 3.25 ചോദിക്കുന്നുണ്ട്, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. ലോണ് സൗകര്യം എങ്ങനെ ഉണ്ടാവോ? ലോൺ ഉണ്ടാവും. ഏകദേശം എത്ര രൂപയ്ക്ക്? 3 രൂപ ലോണും വാങ്ങി കുടിച്ചു കൊടുക്കാം. ഒരു 75-80 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? സ്കോഡ ഫാബിയ. അത് നമുക്ക് ഇതിന്റെ ഫുൾ ലോഡാണോ വണ്ടി വരുന്നത്? ഫുൾ ലോഡല്ല, ബേസിന് മുകളിൽ. പക്ഷെ റിയർ വൈപ്പർ, കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2008 മോഡല്, പുതിയ പേപ്പർ എടുത്ത വണ്ടി. പുതിയ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ് അല്ലേ? നല്ല മൈലേജ്, പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരും. എത്രയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ചില്ലറ ഓടിയിട്ടുണ്ട്, 138 ഓടിയിട്ടുണ്ട്. എഞ്ചിന് മെക്കാനിക്കൽ പക്കാ ഫിറ്റ് അല്ലേ? ഫിറ്റിംഗ് ആണ്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 1.5 ചോദിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അടുത്ത് മാരുതി സുസുക്കി ബലേനോ അല്ലേ? അതെ. അത് നമുക്ക് ഡീസൽ വണ്ടിയാണ്. ലോങ്ങിൽ ഏകദേശം 20-ന് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി. നല്ല ഫാൻസി നമ്പർ, 88 തലശ്ശേരി രജിസ്ട്രേഷന്, ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2017-18 രജിസ്ട്രേഷൻ, സിംഗിൾ RC ഓണർ ഡീസൽ വണ്ടി. അത് നമുക്ക് സിംഗിൾ ഓണർ ആണ് വരുന്നത്. അതെ. 81,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഒക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ബുക്ക്, ചാവി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ RC ഓണർ അല്ലേ? അതെ. എത്ര ചോദിക്കുന്നതിന്? അത് നമ്മൾ 6 രൂപ ചോദിക്കുന്നുള്ളൂ. 6 രൂപ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഓണില് ഡീസൽ ബലേന സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാലോ? അതെ. അത് ടയോട്ട എത്തിയോസ് ലിവ ഡുവൽ ടൂൺ ആണ്. VXT ആണോ? VX അല്ലേ? അതെ. അത് നമുക്ക് KL2 ഒറിജിനൽ കേരളയാണ് വണ്ടി വരുന്നത്. ഒറിജിനൽ കേരള വണ്ടി. 2018 വണ്ടി, സെക്കൻഡ് RC ഓണർ. 58,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ഉണ്ടാവും. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് ഫൈനല് 6 രൂപ ചോദിക്കണ്ടേ. 6 രൂപ ചെറുതായിട്ടൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കും ചെയ്യാം. 6 തന്നെ ഫുൾ ലോണും വാങ്ങി കൊടുക്കാം. അത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ലീവ് അല്ലേ? അതെ. 58,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ RC ഓണർ, ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ലേ? അതെ. പെട്രോൾ ആയിരിക്കും. പെട്രോൾ അല്ലേ? യെസ്. അതൊരു ഡീസൽ സ്വിഫ്റ്റ്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2007 അല്ലേ? നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ RC ഓണർ ആണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.23 ഓടിയിട്ടുണ്ട്. സർവീസ് ടൈം ചെയിൻ ഒക്കെ മാറ്റിയതാണ്? ഒക്കെ മാറ്റിയിട്ടാണ് എല്ലാം. അതൊക്കെ പക്കയാണ് നമുക്ക്. അതെ. എത്ര ചോദിക്കുന്നു ഇതിന്? നമ്മൾ ഇതിവിടെ ചോദിക്കേണ്ടത് 3.15 ആണ്. 3.15 അല്ലേ? നമുക്ക് നെഗോഷ്യബിൾ ആണ്, ചെയ്ത് കൊടുക്കാം, കുറച്ച് കൊടുക്കാം. മൈലേജ് നമുക്ക് ഏകദേശം എത്ര പ്രതീക്ഷ? 18-20 ഒക്കെ ഉണ്ടാവും. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75 രൂപ ഉള്ളില് വണ്ടി ഇറക്കാം. 75 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അത് ചെറിയൊരു ബഡ്ജറ്റിൽ സാൻഡ്രോ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടി വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു സാൻഡ്രോ ഡീറ്റെയിൽസ്? ഇത് 2004 മോഡലാണ്. ഇത് പുതിയ ടെസ്റ്റ് എടുക്കാനുള്ള വണ്ടിയാണ്.
ടെസ്റ്റ് എടുത്തിട്ട് ഫൈനലി നമുക്ക് 65,000 രൂപക്ക് കൊടുക്കാം. പുതിയ പേപ്പർ എല്ലാം എടുത്തിട്ട് നമുക്ക് 65,000 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. അതെ, പക്ക അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി? ഒക്കെ ഫിറ്റ് ആണ്. അടുത്ത് നമുക്കൊരു വാഗ്നർ സിൽവർ ഫിനിഷിംഗിൽ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ RC ഓണർ വണ്ടി. വെറും 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒക്കെ അപ്പോൾ 65,000 2010 എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയൊരു ഓട്ടോ ഓടിയിട്ടുള്ളൂ വണ്ടി എന്ന് പറയാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ആയതിന്റെ സിംഗിൾ ഓണർ വേണം വണ്ടി ഇരുത്. 2010 ആയിട്ടും നമുക്ക് സിംഗിൾ ഓണറിൽ വരുന്ന അല്ല, അതും ചെറിയ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഫുൾ ലോഡ് വാഗനർ. എത്ര രൂപ കൊടുക്കാം? എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.25 നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഓൾമോസ്റ്റ് ലോണ് 2 ലക്ഷം തന്നെ വാങ്ങി കൊടുക്കാം. ചെയ്യാനും പറ്റില്ല. അടുത്തൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു സെന്നാണ്. വൈറ്റില് KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷന് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2005 VXI വണ്ടിയാണ്. 2005 വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 1 ലക്ഷത്തിനൊക്കെ ചെയ്യാം. 1 ലക്ഷം ചെറുതായിട്ട് കുറച്ച് കൊടുക്കും ചെയ്യാം. അന്നത്തെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടി എല്ലാം വരുന്ന വണ്ടി അല്ലേ? അതെ. അത് പവർ സ്റ്റിയറിംഗ് പിന്നെ പവർ വിൻഡോസും വരുന്നുണ്ട് അല്ലേ? അതെ. അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സിലെ ഏറ്റവും ഫുൾ ലോഡ് VXI വണ്ടി. നമുക്ക് പുതിയ പേപ്പറും അല്ലേ വരുന്നത്? പുതിയ പേപ്പർ, റിയർ വൈപ്പർ കാര്യങ്ങൾ പേപ്പർ അടുത്ത വർഷത്തേക്കാണ്. അടുത്ത വർഷത്തേക്കാണ് അല്ല? നമ്മൾ ഫൈനൽ 1 ലക്ഷം. ഫൈനൽ 1 ലക്ഷത്തിനാണ്. ഓക്കെ. അടുത്ത ഒരു ഓൾട്ടോ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2009 LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1.22 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC ഓണർ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പുതിയ പേപ്പർ ഇപ്പോൾ ടെസ്റ്റ് എടുത്ത് 5 വർഷത്തെ റിന്യൂവൽ 5 വർഷത്തെ ടാക്സ് ഇപ്പോൾ എടുത്ത് നമുക്ക് ഒരു ഫൈനൽ 1.15 ചെയ്യാം. 1.15 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള ഒരു വണ്ടി അല്ലേ? അതെ. അടുത്ത തവണ അതിൻ്റെ തന്നെ ഒരു വൈറ്റിൽ ഒന്നുകൂടി നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി പക്ക നീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഓൾട്ടോ. അതും വൈറ്റ് ആണ് വരുന്നത് അല്ലേ? ഇതെങ്ങനെയായിരുന്നു? LXI അല്ലേ വരുന്നത്? ഇത് LXI ആണ് വരുന്നത്. 2011 ലാസ്റ്റ് വണ്ടിയാണ്. 2010 RC ഓണർ വണ്ടി. ഓക്കെ. പിന്നെ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? 2 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഇവിടെ തിരുരങ്ങാടി ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. അതെ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ഇവിടെ ചോദിക്കേണ്ടത് 1.40 1.35 നിങ്ങളെ വീഡിയോക്ക് ഓഫർ. അതെ. നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ലോൺ കിട്ടുമെന്നറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വാങ്ങി കൊടുക്കാം. ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത് വീണ്ടും ഒരു നാനോ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ നാനോ പരിചയപ്പെട്ടിരുന്നു. ഇത് വൈറ്റ് ആണ്. നേരത്തെ റെഡ് ആയിരുന്നു അല്ലേ? അതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2011 വണ്ടി. 11 വണ്ടി. 2014 വണ്ടിയാണിത്. ഇത് 2014 വണ്ടി. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ടിസ്റ്റ് ആണോ? ടിസ്റ്റ് അല്ല, ഇത് AC ഉള്ള വണ്ടിയാണ്. AC ഉള്ള വണ്ടി അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 70 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. 70 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. AC ഉള്ള വണ്ടിയാണ് അല്ലേ? അതെ. അടുത്ത നമുക്കൊരു MPFA എഞ്ചിനില് ഫേസ് ലേറ്റസ്റ്റ് നമ്മളെ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഓൾട്ടോ സാധാ 800 അല്ലേ? മാരുതി 800. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2009 മോഡല് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. 800 അല്ലേ? അതെ. അതും നമുക്ക് MPFA എഞ്ചിനാണ് വരുന്നത്. AC ഉള്ള വണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ വെച്ചാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്ക് 87 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. 87 രൂപ ഫൈനൽ റേറ്റ് അല്ലേ? അതെ. MPFA ആണ്. AC ഉണ്ട്. പുതിയ 5 കൊല്ലത്തെ പേപ്പർ ഉള്ള വണ്ടി. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കും ചെയ്യാം. ഇതൊരു ഫൈനൽ റേറ്റ് അല്ല അല്ല? അല്ല, നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കും ചെയ്യാം. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു നാനോ തന്നെയാണ് വരുന്നത്. അപ്പം XT ഓപ്ഷൻ വരുന്നത്. അതെ. 2015 2015 ഡിക്ക് ഓപ്പൺ ഒക്കെ വരുന്ന ടെസ്റ്റ് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 61,000 കിലോമീറ്റർ ആണ് ഓടിക്കണ്ടേ. കമ്പനി ഹിസ്റ്ററി ഉണ്ടെന്ന് അറിയില്ല. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഡിക്ക് ഓപ്പണിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നു നമ്മള്? ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫൈനല് 1.25 ചെയ്യാം. 1.25. ലോൺ സൗകര്യം നമുക്ക് സേർട്ട് കിട്ടുള്ളൂ. സേർട്ട് നമുക്ക് കിട്ടുന്ന മാക്സിമം വാങ്ങിക്കൊടുക്കാം. അടുത്തൊരു ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ LXI.
2014 LX. AC power steering, 2-door power window കാര്യങ്ങൾ. സെൻട്രൽ ലോക്ക് റിമോട്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? തേർഡ് ആണ് തോന്നുന്നു. തേർഡ് അല്ലേ? ഇതിന്റെ മൈലേജ് നമുക്കൊരു 18 പ്രതീക്ഷിച്ചൂടെ? 18 പ്രതീക്ഷിക്കാം. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ഇവിടെ 1.75 ചോദിക്കുന്നതാണ്. 1.95 ചോദിക്കുന്നതാണ്. 1.85 നമുക്ക് ഫൈനൽ ചെയ്യാം. 1.85 ഫൈനൽ ചെയ്യാം. നമുക്ക് 1.25 1.5 ഉള്ളിൽ ലോണും ചെയ്യാം. നല്ല ട്രാക്കിന് 10-40 രൂപ വണ്ടി ഇറക്കാം. അതെ. അടുത്ത് വീണ്ടും നമുക്കൊരു ഫുൾ ലോഡ് സെന്നല്ലേ? അതെ. നേരത്തെ നമ്മളൊരു വൈറ്റ് ആണ് പരിചയപ്പെട്ട്, ഇത് നമുക്ക് ഒരു സിൽവർ അല്ലേ? അതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2004 മോഡൽ ഫുൾ ഓപ്ഷൻ VXI. 2004 ഫുൾ ലോഡ് വണ്ടി അല്ലേ? അതെ. മറ്റേ നമുക്ക് ഒന്നുകൂടി ഇതും ആ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള മോഡൽ തന്നെയാണ് അല്ലേ? അതെ. ഇത് ഡീസൽ അതോ പെട്രോളോ? പെട്രോൾ ആണ്. പെട്രോൾ ആണ് അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ വണ്ടി? ഒക്കെ ഫിറ്റ് ആണ്. പേപ്പർ എടുത്ത വണ്ടിയാണ്. ഓക്കെ. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. നമുക്ക് എത്രയായിരുന്നു ചോദ്യം? ഇത് 95 രൂപ. 95 രൂപ അല്ലേ? അപ്പൊ 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടി അല്ലേ? അടുത്തൊരു ബീറ്റ് അല്ലേ? ബീറ്റ് ഡീസലാണോ വണ്ടി? ഡീസലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013-14 രജിസ്ട്രേഷൻ, സെക്കൻഡ് RC ഓണർ വണ്ടി. ഓക്കെ. എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. എത്ര ചോദ്യം? നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് 1.25 ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് അത് നോക്കണ്ട. 1 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 1 രൂപക്ക് ഫൈനൽ കൊടുക്കാം. സ്പെഷ്യൽ റേറ്റ് ആണ്. ചോദ്യം ഇവിടെ സാധാരണ 1.25 ചോദിക്കണ 1 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. അടുത്ത തവണ ഒരു ഐട്ടൺ. അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2013 വണ്ടിയാണ്. 13 വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 97,000 കിലോമീറ്റർ. ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ വണ്ടി? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സ്പോർട്സ് ഓപ്ഷൻ. സ്പോർട്സ് ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കില് ഒരു ചെറിയ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നു. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ? 97,000 കിലോമീറ്റർ. ഓണർഷിപ്പ് തേർഡ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമ്മളിവിടെ 3.30 ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു 3.25 ഫൈനൽ ചെയ്യും. 3.25 ഫൈനൽ ചെയ്യാം. ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ സൗകര്യം ഉണ്ടാവോ? നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? സ്പോർട്സ് ഓപ്ഷനിലാണ്. അത് നമുക്ക് ഇതിന് അന്നത്തെ ഫുൾ ലോഡ് വണ്ടി ആയിരിക്കും. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്ത തവണ ഒരു സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ഡീസൽ അതോ പെട്രോളാ? ഇത് ഡീസൽ. 2013 ZDI. 2013 ZDI ഫുൾ ലോഡ് വണ്ടി. അതെ. അത് പിന്നെ നമുക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിംഗ് ഒന്നും വരുന്നില്ല. പക്ഷെ കമ്പനി അലോയ്സ് ഒക്കെ മാറ്റി അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1.18 ഓടിയിട്ടുണ്ട്. മാസ് സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? മാസ് സർവീസ് കഴിഞ്ഞിരിക്കണോ? നമുക്ക് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് ഇപ്പൊ നമ്മളെ പേർക്ക് മാറ്റിയിട്ടുണ്ട്. തേർഡ് ഓണർ ആയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നു നമ്മള്? ഇത് നമ്മൾ 3.75 ചോദിക്കുന്നതാണ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഓൾമോസ്റ്റ് 2.5-2.25 അടിയിൽ തന്നെ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റില്ല. അടുത്ത തവണ വീണ്ടും നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് തന്നെയാണ് വരുന്നത്. ഇത് VDI ആണോ വരുന്നത്? VDI. അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡല്. അപ്പൊ ഒന്നുകൂടി മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ നമുക്ക്? 16 മൈലേജ്. ഓക്കെ. മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു മോഡല്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 1,08,000 ഓടിയിട്ടുള്ളതാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. നമുക്ക് പക്ക ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോ നമ്മളെ പേർക്ക് മാറിയിട്ടുണ്ട്. തേർഡ് ഓണർ ആയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മളിവിടെ 4.90 ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് 4.85 ഫൈനൽ ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് 4.75 തന്നെ ലോൺ ചെയ്യാം. അപ്പൊ ചെറിയ 10-20 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത് നമുക്ക് ടാറ്റ ഇൻഡിക്ക വിസ്ത അല്ലേ? അതെ. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി അല്ലേ? ഡീസൽ അല്ലേ വണ്ടി വരുന്നത്? ഡീസൽ വണ്ടി, മൾട്ടി ജെറ്റ് എഞ്ചിന്. മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങള് നമ്മളെ 18-20 സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ തന്നെ. ആ ഒരു മൾട്ടി ജെറ്റ് എഞ്ചിന് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. അത് നല്ല സ്പേഷ്യസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയില്ല. കേരള രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേർഡ് ആണ് വരുന്നത്. 2012 ഫുൾ ഓപ്ഷൻ ZX ആണ് വണ്ടി വരുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മളിവിടെ 1.40 ചോദിക്കുന്നതാണ്. 1.35 നമുക്ക് ചെയ്ത് കൊടുക്കാം. 1.35 അല്ലേ? അടുത്ത തവണ ഒരു ടൊയോട്ട എത്തിയോസ് അല്ലേ? അതെ. നമുക്ക് സെഡാനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? നമുക്കിത് 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. VDSP ആണ് വണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവില്ല? എയർ ബാഗ്, ABS ഒക്കെ വരുന്ന വണ്ടി. അലോയ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 1.40 ഓടിയിട്ടുണ്ട്. കേരള വണ്ടിയാണോ?
കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ലേ? ഹിസ്റ്ററൊക്കെ ഉണ്ടാവും. എത്ര ചോദിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഒരു 3.5 ചെയ്യാം. 3.5 ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം ലോൺ തന്നെ വാങ്ങി കൊടുക്കാം. 3ന്റെ മേപ്പെട്ട് തന്നെ ലോണും ചെയ്തു. ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നു നമ്മൾ അലിഫിലായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടെ ഉണ്ടായിരുന്ന റിഫ്താസ് ആയിരുന്നു. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് റിഫ്താസ് സൈനിങ്.